റിയാദിലെ ജയിലിൽ കഴിയുന്ന വധശിക്ഷ കാത്തു കഴിയുന്ന റഹീമിന് എന്ത് സംഭവിച്ചു, അതിന്റെ അപ്ഡേറ്റ്സ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ലോകമെമ്പാടുള്ള മലയാളികൾ അണിചേർന്ന് 34 കോടി രൂപ പിരിച്ചു നൽകിയതിനു ശേഷം ഒന്നും അറിയുന്നില്ല. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു അതിന് കുറച്ച് പ്രോസസ്സുകളുണ്ട്. ഈ നിയമ വഴിയിലൂടെ മാത്രമേ നമുക്ക് ഈ കുരുക്ക് അഴിക്കാൻ കഴിയൂ. 34 കോടി രൂപ കൊടുത്ത് എന്തെങ്കിലും ഒരു സാധനം വാങ്ങുന്ന പോലെ നമുക്ക് അയാളെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. എന്തായാലും ഈ നിയമസഹായ വീഥി റിയാദിൽ വരെ കാര്യമായി പ്രവർത്തിക്കുന്നുണ്ട്. അതിനിടയിൽ യൂട്യൂബിൽ പ്രത്യക്ഷപ്പെടുന്ന ചില വീഡിയോകൾ വളരെ വിനാശകാരിയാണ് എന്നൊരിക്കൽ കൂടി ഞാൻ പറയുന്നു. അവരെ ശരിക്കും അവർക്ക് ചിലപ്പോൾ യൂട്യൂബിലുള്ള വ്യൂവർഷിപ്പ് ഉയർത്തുക, അതല്ലെങ്കിൽ ഒരു 500K ഉണ്ടാക്കുക എന്തായിരിക്കും അവരുടെ ശ്രദ്ധ. പക്ഷേ റിയാദിലെ ജയിലിൽ ഒരു മനുഷ്യൻ ഡെമോക്രസിന്റെ വാള് പോലെ വധശിക്ഷ തലയ്ക്ക് മുകളിൽ കാത്തൊരു റഹീം കഴിയുന്നുണ്ട്. അയാളുടെ വധശിക്ഷ ഉറപ്പിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യരുത്. ദയവ് ചെയ്ത് പ്ലീസ് ഇതിൽ നിന്ന് മാറി നിൽക്കൂ. 500K കൊണ്ട് ഒരു മനുഷ്യന്റെ ജീവൻ അപകടത്തിലാക്കരുത്.